ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു പച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമല്ലിയും അതുപോലെ തന്നെ ചുവന്ന മുളകൊക്കെ പച്ചക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്ത് അരച്ച് തയ്യാറാക്കിയ ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാൽ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം മുഴുവനോടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിടണേ. ഇനി ഇതിലേക്ക് ഞാനുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ 2 വെണ്ടക്ക, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു വഴുതനങ്ങ, ഒരു 1/4 കപ്പ് ചെറിയുള്ളിയും 1/4 കപ്പ് തന്നെ മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്തി കൊടുക്കട്ടെ. ഒരുപാട് കഷ്ണങ്ങൾ അങ്ങോട്ട് ആവണ്ട. അപ്പോൾ സാമ്പാർ ഒരുപാട് കട്ടിയായിട്ട് പോകും. കുറച്ച് കഷ്ണങ്ങൾ മാത്രം ചേർത്തിയാൽ മതി. അപ്പം നിങ്ങളെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുള്ളെങ്കിൽ അത് ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പരിപ്പ് ഒരു വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കണേ. ഇനി കുക്കറിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാണ് കുക്കറിൽ ചെയ്യണത്. അപ്പോൾ ഇത് ചട്ടിയിൽ വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്തിയിട്ടാണ് കേട്ടോ ഞാൻ പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പുളി പച്ചക്കറികൾ വെന്തതിന് ശേഷം ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കുക. പക്ഷെ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം കേട്ടോ. ഇതിൽ വെച്ച് പച്ചക്കറികൾ പുളിയിൽ വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പലരും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ലാസ്റ്റ് ചേർത്തി കൊടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഇത് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനുള്ള ഒരു സാമ്പാറാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 10 വറ്റൽമുളക് ചേർത്തണം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചിട്ടാണ്, എരിവ് കുറച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്തി കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്തുന്നത്. 1/4 കപ്പ് മാത്രം മതിയേ. പിന്നെ അതുപോലെ തേങ്ങ വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കിയിട്ടും തയ്യാറാക്കിയെടുക്കാം ഈ രീതിയിൽ. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം കായം തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാൻ പരിപ്പിൽ ചേർത്തിയോണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകാതെ തന്നെ നല്ലവണ്ണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്തി കൊടുക്കാം. അപ്പം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ള കുക്കർ കുക്കറിൽ തന്നെ നമുക്കിത് അരപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലവണ്ണം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കായം, മുഴുവനോടുള്ള കായാണെങ്കിൽ ഒരു കഷ്ണം ചേർത്തി കൊടുക്കുക. കായത്തിൻ്റെ പൊടിയെ ചേർത്തുന്ന വെച്ചെങ്കിൽ ഒരു ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് ഒന്ന് നല്ല തിളച്ച് വരുന്ന വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ലവണ്ണം തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ മല്ലിയില ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് എപ്പോഴും നെയ്യ് ചേർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം തന്നെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ച സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ തന്നെ ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കണ്ടല്ലോ, മുരിങ്ങാക്കായും വെണ്ടയ്ക്കൊന്നും നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം പോലും ഉടഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഇനി സദ്യക്കും അല്ലാതെയൊക്കെ സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.